വിളക്കിൻ നടുവിൽ ശോഭാപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ യേശു നമ്മോടുകൂടെ ആകുവാനായി ഈ നിമിഷം സ്വർഗം വിട്ട് ദിവ്യകാരുണ്യ രൂപനായി എഴുന്നള്ളുവാൻ പോകുന്ന നിമിഷത്തിലേക്ക് ഭക്തിയോടെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശു പറയുന്നു, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു, അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. അതെ, നമുക്ക് ഉറക്കമുണർന്ന് ജാഗ്രതയോടുകൂടെ, തീഷ്ണതയോടുകൂടെ, പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ദിവ്യകാരുണ്യ ഈശോയെ ദർശിച്ചുകൊണ്ട് നമുക്ക് പറയാം, അതെ, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുവാൻ വന്ന കർത്താവ്, എന്നെ പരിപാലിക്കുവാൻ വരുന്ന കർത്താവ്, എനിക്ക് സൗഖ്യം നൽകുവാൻ വരുന്ന കർത്താവ് എന്നോട് കൂടെയുണ്ട്. കർത്താവേ, നീ എഴുന്നള്ളി വരണമേ. ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാ. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാ. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്തെ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തെ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മനാഥനേശുവേ, ഹല്ലേലൂയ, 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 ആത്മനാഥനേശുവേ, ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവേ,
ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ 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 ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനാഥനേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനാഥനേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനാഥനേശുവേ, ഹല്ലേലൂയ. ശു 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 ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും Hallelujah, hallelujah. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് അബ്രഹാത്തോട് പറഞ്ഞു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ അനുഗ്രഹമായിരിക്കും. കർത്താവ് അബ്രഹാമിനെ വിളിച്ച് അരുളി ചെയ്ത വാക്കുകളാണിത്. ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോവുക. നീ പോകുമ്പോൾ നിനക്കുള്ളതൊക്കെ വിട്ടിട്ട് വേണം നീ പോകാൻ.
നിന്റേതായ സ്വപ്നങ്ങളെയും നിന്റേതായ ആഗ്രഹങ്ങളെയും ഒക്കെ നീ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കണമെന്ന് കർത്താവായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. പക്ഷേ നീ ഇവയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട. കാരണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ 28-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞതും ഇത് തന്നെയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. പ്രിയ മകനെ, മകളെ, നിന്റെ സ്വപ്നങ്ങളൊക്കെ നീ മാറ്റിവെക്കുക. എനിക്ക് വേണ്ടി നീ സ്വപ്നം കാണുക. ഒന്ന് എന്റെ അടുക്കൽ വന്ന് കർത്താവെ, എന്റെ ജീവിതത്തിൽ നിനക്കുള്ള പദ്ധതി എന്താണ് എന്നൊന്ന് ചോദിച്ചറിയുക എന്ന് ഈ ദിവ്യക്കാരുടെ ഈശോ നമ്മോട് പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ നമ്മൾ ഒത്തിരിയേറെ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. ദൈവത്തെ കൂടാതെ കുറെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. ദൈവമില്ലാതെ എന്റെ ജീവിതത്തിന്റെ ഇഷ്ടങ്ങളുടെ സ്വപ്നങ്ങളെ ഞാൻ താലോലിക്കുന്നുണ്ടാകാം. ദിവ്യകാരുണ്യേശു പറയുകയാണ്, ഒരു നിമിഷം നീ ഒന്ന് എന്റെ കൂടെ വന്ന് ഒന്ന് ഉണർന്നിരുന്നാൽ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്താണ് എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്ന്, എന്താണ് ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ഇതാണ് നിദ്രയിൽ നിന്നും ഉണർന്ന സാമുവേൽ കർത്താവിനോട് ചോദിച്ചത്. കർത്താവേ, നീ സംസാരിക്കണമേ. കർത്താവേ, നീ സംസാരിക്കണമേ, അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കാരുണ്യേശ്വരയോട് നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പദ്ധതി എന്താണ് എന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ മുൻപിലായിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നിന്റെ വാക്കുകൾക്കായി ഞങ്ങളുടെ ചെവിയും ഹൃദയവും ശരീരവും മനസ്സും ചിന്തകളും എല്ലാം നൽകാം കർത്താവേ. നീ പറയണമേ കർത്താവേ. അബ്രഹാം അങ്ങയുടെ വചനം ശ്രവിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് കർത്താവ് കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്കാണ് അബ്രഹാം യാത്ര ചെയ്തത്. ഈശോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ മാത്രമാണ് ഞങ്ങൾക്കെല്ലാം. കർത്താവേ, നീ മാത്രമാണ് ഞങ്ങൾക്കെല്ലാം. നിന്റെ ഈ സ്നേഹം എന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയെ ദൈവമായി ആരാധിച്ചുകൊണ്ട്, അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ എന്ന് ഈശോയോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ,
ആരാധിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന വചനം വിശ്വസിച്ച് കർത്താവെ തന്റെ തന്നെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ സ്വപ്നം കൈമുതലാക്കി മാറ്റി ദൈവത്തിന്റെ സ്വപ്നം കണ്ട് മുൻപോട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാം, ആ അബ്രഹാത്തോട് കർത്താവെ അങ്ങ് അരുൾ ചെയ്തല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ വചനം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിക്കും. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ ജീവിതത്തിന്റെ ഉത്തരവാദിത്വമാണ് നീ അനുഗ്രഹിക്കുക, തിരിച്ച് നിനക്കും അവരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നത്. യേശുവിന്റെ സ്വപ്നം കണ്ട്, കർത്താവിന്റെ സ്വപ്നം കണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളും അനുഗ്രഹിക്കപ്പെടുകയാണ്. കർത്താവേ, ഈ വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ ഞങ്ങളെ നീ ഒരുക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ, ഞങ്ങളുടെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും ഒരുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ആലപിക്കാം. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഓ ഈശോ, ഓ കർത്താവേ, ഓ നാഥനേ, ഹല്ലേലൂയ. ഓ ഈശോ, ഓ കർത്താവേ, ഓ നാഥനേ, ഹല്ലേലൂയ. യേശുവേ, 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 നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നിന്റെ പ്രതിജ്ഞകളെല്ലാം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഞങ്ങളുടെ കൂടെയായിരിക്കാം യേശുവേ വരണമേ. ഞങ്ങളോടൊപ്പമാകുക യേശുവേ വരണമേ. സൗഖ്യം
സൗഖ്യദായക ഞങ്ങളിൽ നിറയണമേ യേശുവേ. കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബോധിക്കാരുടെ നാഥനായ ഈശോയെ സൗഖ്യമായി അഭിനങ്ങളുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ലോകത്തിന്റെ മേഖലകളിലേക്ക് കർത്താവ് ഈ നിമിഷം ഇറങ്ങി വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് കർത്താവായ ദൈവത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് വന്നേ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും. കർത്താവ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് അങ്ങ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. കർത്താവ് അങ്ങ് യാക്കോബിനോട് ചെയ്ത വാഗ്ദാനം കർത്താവ് അങ്ങ് ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് ഉപേക്ഷിക്കുകയില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് ഉത്തരമായി എന്നും ഞങ്ങൾക്ക് കൂടെ ആയിരിക്കണമേ. ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുവാനായി കർത്താവ് വരണമേ. സൗഖ്യം നൽകുവാനായി വരണമേ. ആശ്വാസം നൽകുവാനായി വരണമേ. കൃപകൾ നൽകുവാനായി വരണമേ. തകർച്ചകളെ മാറ്റുവാനായി വരണമേ. തടസ്സങ്ങൾ നീക്കുവാനായി വരണമേ. കർത്താവായ ദൈവമേ, എല്ലാ തിന്മകളിൽ നിന്നുള്ള മോചനം നൽകി അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവേ അഭിനങ്ങളെ മോചിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Yesu, 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 Yesu. Hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Yesu, 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 Yesu. കർത്താവാണെന്നും ഈ ദൈവമാണെന്നും വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ കർത്താവാണെന്നും ഈ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, 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 ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ നിമിഷം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം ഞങ്ങൾ ഈ പരിശുദ്ധമായ ആരാധനയിൽ പങ്കുചേരുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവെ അങ്ങയുടെ കൃപ ചൊരിയണമേ. കർത്താവെ അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേ. കർത്താവെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കുവാനായി അങ്ങ് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ജീവിതമാക്കി മാറ്റണമേ. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് തുറവിയുള്ള സ്നേഹമുള്ള ഹൃദയം നൽകി അങ്ങ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം കർത്താവേ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.